വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ സമ്മേളനം നിർമ്മിച്ച CPIM നടപടിയിൽ കോടതി വിമർശനമായി രംഗത്തെത്തുന്നു. പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി പാടില്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമെന്ന് വിമർശനം. ഇത്തരം പരിപാടികൾക്ക് വൈദ്യുതി എവിടെ നിന്ന് കിട്ടുന്നുവെന്ന് കോടതി ചോദിക്കുകയാണ്. സ്വമേധയാ കേസെടുക്കുമെന്ന കാര്യം കോടതി പറയുന്നു. പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി പാടില്ലെന്ന് 2023 ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷന് മുന്നിലും ഫുട്പാത്ത് തടഞ്ഞ് കസേരയിട്ട് പരിപാടി നടത്തി എന്ന് കോടതി പറയുകയാണ്. ആരൊക്കെയാണ് സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് കോടതി ചോദിക്കുന്നു. തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ സമ്മേളനം നിർമ്മിച്ച CPM നടപടിക്കെതിരെയാണ് ഇപ്പോൾ അതിനെതിരായ ഹർജിയാണ് ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത്. ശ്രീകാന്ത്, എന്താണ് ഇത്തരം പരിപാടികൾക്കുള്ള വൈദ്യുതി എവിടെ നിന്ന് കിട്ടുന്നു എന്നൊക്കെ ഹൈക്കോടതി ചോദിക്കുകയാണ്. ശ്രീകാന്ത്, എനിക്ക് തോന്നുന്ന വിഷയം കുറച്ച് ഗൗരവത്തിൽ കോടതി കാണുന്നോ? ഒരു സംശയം വേണ്ട, അക്കാര്യത്തിൽ കോടതി കുറച്ച് ഗൗരവത്തിലാണ് കാണുന്നത്. ആ SHOയെ വിളിച്ചു വരുത്താൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിയിലേക്ക് വഞ്ചൂർ SHO, വഞ്ചൂർ ആ പരിപാടി നടന്ന സ്ഥലത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആരാണോ അദ്ദേഹം എത്തേണ്ടി വരും എന്ന് മനസ്സിലാകുന്നു. ഓർഡർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരൊക്കെയാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്ന് കോടതി ഈ വിഷയത്തിൽ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോടതിയലക്ഷ്യ നടപടി അനിവാര്യമാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു. സ്വമേധയാ കേസെടുക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുകയാണ് എന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകുന്നു. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി പാടില്ലെന്നാണ് 2023 ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷന് മുന്നിലും ഫുട്പാത്ത് തടഞ്ഞ് കസേരയിട്ട് പരിപാടി നടത്തി എന്നാണ് ഹൈക്കോടതി പറയുന്നത്. പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താണ് ഉണ്ടായിരുന്നത് എന്ന ഹർജിക്കാരൻ ഇതിനിടയിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എങ്ങനെയാണ് സംഘാടകർക്ക് ഈ വൈദ്യുതി ബന്ധം ലഭിച്ചത് എന്നായിരുന്നു കോടതിയുടെ തുടർ ചോദ്യം. എന്തായിരുന്നു പരിപാടി, ആരൊക്കെ പങ്കെടുത്തു, കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും മുന്നിലായിരുന്നു പരിപാടി നടന്നത്, കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്തോ തുടങ്ങിയ ചോദ്യങ്ങൾ ആവർത്തിച്ച് കോടതിയിൽ നിന്നും വന്നു. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കും എന്നാണ് ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. യാത്രാ അവകാശത്തെ തടസ്സപ്പെടുത്തുന്നതാണ് റോഡ് തടഞ്ഞുള്ള നടപടി ഈ പരിപാടി എന്ന് അദ്ദേഹം പറയുന്നു. ആ ജഡ്ജ് ചൂണ്ടിക്കാണിക്കുന്നു. എറണാകുളം പനമ്പള്ളി നഗറിലെ CPIM ഏരിയ സമ്മേളനത്തിനും വിമർശനം ലഭിക്കുന്നു. ഈ പരിപാടിക്കൊക്കെ നിങ്ങൾക്ക് വൈദ്യുതി ബന്ധം എവിടെ നിന്നാണ്, എങ്ങനെയാണ് കിട്ടുന്നത് എന്നും കോടതി ചോദിക്കുന്നുമുണ്ട്. ഒരു പക്ഷേ ഈ വൈദ്യുതി നൽകുന്നവർ, സ്റ്റേജ് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുന്നവർ, ഈ പരിപാടി നടത്തിയവർ ഒക്കെ മുഴുവൻ പേർക്കെതിരെയും കർശനമായ നടപടി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കോടതിയലക്ഷ്യ ഹർജിയുമായി കുറെ നാൾ ഹൈക്കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്ന് സാരം. ഓക്കെ, ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വഞ്ചിയൂരിൽ ആ സമ്മേളന പരിപാടിയിൽ കോടതി കുറച്ച് കാര്യങ്ങൾ ഗൗരവമായി കാണുന്നു. അതിൻ്റെ വാദങ്ങൾ തുടരുകയാണ് കോടതിയിൽ.